ഉപ്പിടാൻ പറഞ്ഞു. ഏട്ടാ ചായ എന്താ ഞങ്ങൾ ഉണ്ടാക്കുക. ഗെയിം കളിയാണ്. ഇവിടത്തെ പഞ്ചസാര, ഇവിടത്തെ ചായ. ഹലോ ഗൈസ്, കുറേ ദിവസത്തിന് ശേഷം ഞാനും ചിപ്പിയും കൂടെ ഒരുമിച്ച് അടുക്കളയിൽ കയറാൻ പോവാണ്. അപ്പം അവൾ ഇന്ന് ഉച്ചയ്ക്ക് ചക്ക കൂട്ടാനും മീൻ ഫ്രൈ, നെത്തോലി ഫ്രൈ ഉണ്ടാക്കി. ഇന്ന് ഞാനാണ് അച്ചാറിട്ട് സലാഡും ഉണ്ടാക്കിയത്. അവള് ചക്ക കൂട്ടാനും ഉണ്ടാക്കി, മീൻ ഫ്രൈയും നെത്തോലി ഫ്രൈ. യാ, എനിക്ക് ബാക്കി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇന്ന് ഞാൻ അതേ ചെയ്തോളൂ. അപ്പൊ നമ്മള് മുട്ട ബജി ഉണ്ടാക്കാൻ പോവാണ്. ഇവള് ചിപ്പിയും വൈഷ്ണവിയും എറണാകുളത്ത് ട്രൈ ചെയ്ത് സക്സസ് ആയൊരു സാധനമാണ്. അപ്പം ഞങ്ങൾക്കും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അല്ലേ? ഞാനാണ് മെയിൻ ഷെഫ്, എന്റെ ഹെൽപ്പറാണ് അവിടെ. ഞാൻ പറയുന്ന പാത്രം കഴുകിക്കൊണ്ട് വരണം, മുട്ട പൊളിച്ചു തരണം. അവള് ഷോർട്സും ഞാൻ ലോങ് വീഡിയോ ആണ് ഗൈസും. മുട്ട ഇട്ടാ മതിയോ? നല്ല നോക്കിയിട്ട് മുട്ട അവിക്കാനായിട്ട് ഇടുകയാണ്. നിങ്ങളെ നാട്ടിൽ പുഴുങ്ങാന്നായിരിക്കും പറയണേ. ഇപ്പൊ നമ്മൾ അവിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ആരവിക്കാൻ? നിന്നെയാ? അല്ല, നിന്നെ. അപ്പൊ മുട്ട നമ്മൾ കുക്കറിൽ ഇട്ടു. ഇനി നമ്മൾ മുട്ട ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? മുട്ട അവിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ കുക്കർ തറയിൽ വീണ നല്ല രസമായിരിക്കും. എന്നാ മുട്ടയൊക്കെ പൊട്ടി. സോ നമ്മളിപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാൻ അമ്മ പുതിയ ചുരിദാർസ് ഒക്കെ ഇട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ചിപ്പി കുക്കിംഗ് പഠിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് സുഖം. നമ്മൾ ഇടയ്ക്ക് വരുമ്പോ പോലും ഒന്നും ഉണ്ടാക്കണം. ഇതൊന്നും ഇങ്ങനെ എടുത്താണ് ഞാൻ. ചുമ്മാ ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. മുട്ട ബജിയാ? മുട്ട ബജി എനിക്കറിഞ്ഞു. വാഴക്കപ്പൊക്കെ വാഴക്കപ്പൊക്കെ എത്രയെങ്കിലും പ്രാവശ്യം അറിയില്ല. ഉണ്ടാക്കാൻ അറിയാം. വെട്ടമാണല്ലോ നീ. എടി ഓപ്പോസിറ്റ്, വെട്ടത്തിന്റെ ഓപ്പോസിറ്റ് എന്നാലേ വെട്ടം കിട്ടും. അല്ല, എന്റെ അവിടെ ഉള്ളത് എടുക്കാനാ. അത് ഞാൻ പിടിച്ചു തരാം. വ്ളോഗ് തുടക്കുമ്പോഴേക്ക് ചിപ്പിയുടെ സംസാര ശൈലി ആകെ മാറും. അതുകൊണ്ട് മാറി എന്തെങ്കിലും നമ്മൾ ഓപ്പൺ ആക്കും, റിവീൽ ചെയ്യും. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടത്. തിരുവനന്തപുരം മതിയാ? എന്തുവാ? എഗ് ബോയിലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്മള് ഷോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടി നമ്മൾ ഇപ്പോഴത്തെ സ്റ്റവില് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ബ്ലാക്ക് ടീ വെച്ചിട്ടുണ്ട്. സദാ സമയം ആശയട്ട് എന്താ ഞാൻ പഞ്ചസാര ഇടുമ്പോ കുറവാ. അവിടത്തെ പഞ്ചസാര ഇടുമ്പോ ഗെയിം കളിക്കുമ്പോ ശല്യപ്പെടുത്തിയ ആശയത്തിന് ദേഷ്യം വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്താറുണ്ട്, അപ്പൊ എനിക്ക് കിട്ടാറുമുണ്ട്. അതാണ് ഞാൻ പേടിച്ചത്. കടുപ്പമില്ല, എത്ര ഇട്ടാലും കടുപ്പമില്ല. അതാണ് പ്രശ്നം. മീൻസ് ഷോർട്സിന് വേണ്ടിട്ട് ക്ലാഷായി. നീ ചായക്കടയിൽ നിന്നിട്ടുണ്ടോ? ഇത് ഓണാക്കുന്നേ. മാവ് കുഴയ്ക്കാൻ നമ്മൾ ആദ്യം എന്താ എടുക്കേണ്ടത്? കടലമാവ്. കടലമാവ് എടുത്തിട്ട് വരാം. ഒക്കെ എടുത്തു വെച്ചിട്ട് വേണ്ടേ തുടങ്ങാൻ? ഓ, അതിനാ കടലമാവ് വാങ്ങിച്ചത്? അത് നമുക്ക് മുഖത്തും ഇടാലോ. കടലമാവാണ് നമ്മൾ എടുക്കുന്നത്. കടലമാവ്. ഇനി ഇതിൽ കുറച്ച് ഉപ്പ്, ലേശം മതി. മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. അതിവിടെ ഇല്ല. ചിപ്പിയാണ് ഫുൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ ക്രിയേഷൻ. മുട്ട പൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. 3 മുട്ട ഫ്ലോപ്പാണ്. ഇത് പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം. ഏട്ടൻ ഗെയിമിലാണ് ഗൈസ്. ഗൈസ്, എൻ്റെ ഫസ്റ്റ് ചായയാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ആശാന് ചായ കുടിക്കുമ്പോൾ ഭാര്യ ഇങ്ങനെ നോക്കിയിരിക്കണം. ദാ വരുന്ന എന്റെ പൊന്നെ, ഒറ്റ വലിക്ക് കുടിക്കുന്നത് എന്താ? ജ്യൂസോ? ഗെയിം കളിക്കുന്നുണ്ടോ? ഒറ്റ അടിക്ക് കുടിച്ചേക്കുന്നു. എണ്ണ ഒഴിക്കാൻ പോകുവാണ്. എണ്ണ ഒഴിക്കുക. എണ്ണ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കുറച്ച് ചായ കുടിക്കുക.
ചായ അഡിക്റ്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മുട്ട ഇതെന്ന് പറഞ്ഞാൽ എടുക്കുക, അതിലോട്ടിട്ട് മിക്സ് ചെയ്യുക അങ്ങോട്ട്. മുട്ട ബജി ഉണ്ടാക്കുന്ന കാണണമെങ്കിൽ വാ. അയ്യോ ഇങ്ങനെ മുട്ട ബജി ഞാൻ വിചാരിച്ചു വയറ്റിലേക്കാന്ന് വന്ന് ഗെയിം ആദ്യത്തെ ഒരു മുട്ട നമ്മൾ ഇട്ടു. ചിപ്പീസ് മുട്ട ബജി റെഡി ഗൈസ്. നോക്കൂ എപ്രഷീഡ്. ഇതാണോ സോസ്? ഇതെന്ത് സോസാ ഇത്? ടൊമാറ്റോ റെഡ് ചില്ലി സോസ്. ഇത് അവൾ തന്നെ ക്രിയേറ്റ് ചെയ്ത അവളുടെ സ്വന്തം സോസാണ്. ടൊമാറ്റോ റെഡ് ചില്ലി സോസ് വിത്ത് എഗ് ബജി. ഇരിക്കെ കൊള്ളില്ലെങ്കിൽ അത് അതുപോലെ തന്നെ പറയണം. കൊള്ളില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോണം. ബാക്കി ഒരൊറ്റ മുട്ട വരുന്നത്. ഇത് ഓരോ മുട്ടയും തിന്നുന്നതിന് 100 രൂപ വെച്ചിട്ടാ. ഇല്ല, അയ്യേ ഏത് മുട്ട ഇതിൽ പക്ഷെ ഒരെണ്ണം പ്രശ്നം പറ്റിയിട്ടുള്ളത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ലായിരുന്നു. കായമില്ലായിരുന്നു. അതാണ് പ്രശ്നം പറ്റിപ്പോയത്. കായം വേണമെന്നുണ്ടോ? എന്റെ കൊള്ളാമോ? എന്തോ ഒരു വശത്ത് ശകണ്ടല്ലേ. എന്തിരുന്നു പറ. നീ തിന്നി അടുത്തത്. എടാ കൊള്ളാമോന്ന് പറയടാ. ഭയങ്കര കട്ടിയായി. ഇപ്പൊ ഈ അവിച്ച മുട്ടായിട്ട് അങ്ങോട്ട് ആര് തിന്നു? തിന്നാൻ പറ്റാത്തതാണല്ല. ദീപജി അല്ല, അവിടെ ഉണ്ടാക്കിയത് ഇങ്ങനെ അല്ല.